And I'll bring you something from over there. Thank you. Yeah. Waiting for that one. നാട്ടിൽ വന്ന പിന്നെ ആദ്യമായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു അടുപ്പത്തിൽ എന്നോട് വർത്താനം പറയണം. എൻ്റെ ഫാർമസിയിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ മാർക്കാട്ടാ, കുഞ്ഞു ചെക്കനാ, പണിയുടെ ആശ റൊമാനിയക്ക് ട്രിപ്പ് പോവാ. അവൻ്റെ അടുത്ത് ഹാപ്പി ജേണി പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ എന്തേലും കൊണ്ടുവരാന്ന് പോയിട്ട് വരുമോ. ദൈവം ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഉള്ള പറയാലെങ്കിൽ ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ എൻ്റെ പണ്ടപ്പരപ്പും പരാതിയും കേട്ടിട്ട് പറഞ്ഞതാണോന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് സാറ്റർഡേ ഞാനും ഇവനും പിന്നെ നമ്മുടെ പാകിസ്ഥാനി ഹംസയെ അവിടെ ഉണ്ടായുള്ളൂ ഫാർമസിയിൽ. അപ്പം നമ്മുടെ പാകിസ്ഥാനി ഹംസ നമ്മുടെ അടുത്ത് പറഞ്ഞു അവൻ ഇന്ത്യയിലേക്ക് പോവാ 3 ഡിസംബർ. അവൻ്റെ ഭാര്യയുടെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ അവിടെ ഉണ്ടെന്ന് കാണാൻ പോവാ ലക്നൌവിൽ. പിന്നെ അവന് ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കോഹിനൂരൊക്കെ ഇംഗ്ലണ്ടുകാർ കൊണ്ടുപോയില്ലേ ആ കൊട്ടാരൊക്കെ അവന് കാണണമെന്ന്. നമ്മുടെ കോഹിനൂരാ ഉമ്മളോ എന്നോട്ട് അത് ഞങ്ങളുടെ കോഹിനൂരല്ലേ. ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ പോയിട്ടാ. പാകിസ്ഥാൻ ഇന്ത്യ അയൽപക്കം സ്നേഹമൊക്കെ ഇത് വേ. അപ്പൊ ഞാൻ അവനോട് കുറെ സെന്റ് അടിച്ചു, ഇന്ത്യയിലേക്ക് പോയി അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു ബ്ലാ 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 ബ്ലാ. പക്ഷെ അവന് കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ പറയുന്നതൊക്കെ. ഒരു മെക്സിക്കൻ അമ്മാമയ്ക്ക് ഞാൻ മരുന്ന് ഡിസ്പെൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ നിന്റെ മൂക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നീ എന്താ നോസ്പിൻ ചെയ്യാത്തേന്ന്. അപ്പൊ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മ സമ്മതിക്കില്ല, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുത്താത്തേന്ന്. അപ്പം നമ്മുടെ മെക്സിക്കൻ അമ്മാമ അന്തം വിട്ട് കുന്തം കഴിഞ്ഞ് വരെ നിന്നിട്ട് നിനക്ക് എത്ര വയസ്സുണ്ട്, നീ എന്താ അമ്മ സമ്മതിക്കണില്ല എന്ന് പറയണ എന്തിനാ അമ്മോട് ചോദിക്കണേന്ന്. ഇവിടെയാണ് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം, നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടില്ല എന്ന ആൾക്കാരെ. പക്ഷെ നമ്മുടെ പാകിസ്ഥാനി ഹംസയ്ക്ക് മനസ്സിലാവും കേട്ടോ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കുണ്ടായിരുന്നു ഇയർ സ്റ്റഡ് അടിക്കണം എന്നൊക്കെ, പക്ഷെ ഞാൻ അടിച്ചില്ല. അതും അടിച്ച് വന്നു കഴിഞ്ഞിട്ട് അത് ഊരാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മേരെ മാ കാൻ പക്കടക്ക് ജായെങ്കി. അവനേലും ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം. പക്ഷെ ഉണ്ടല്ലോ അവൻ അവൻ്റെ വളരെ ഒതന്റിക് ഹിന്ദിയിൽ എന്നോട് വർത്താനം പറയും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ അറിയിച്ചിട്ടില്ല. നമ്മുടെ ഇസ്പ്യാർക്കും ഒക്കെ കണ്ടൊരു അറിവ് വെച്ചിട്ട് ഞാൻ കഴിച്ചോ ടീക്കും മേ ടീക്കും തും കഴിച്ചോ പരിവാർ കഴിച്ചോ ഇതൊക്കെ ഞാനും തട്ടിവിടും. എനിക്ക് ഹിന്ദി അറിയാന്നാവും വിചാരിച്ചേക്കാം. അപ്പൊ ഹലോ, ഇതെൻ്റെ ഒരു വീക്കെൻഡ് ആട്ടോ നിങ്ങൾ കണ്ടത്. നാട്ടിലാണെങ്കിൽ ഞാൻ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് നല്ലൊരു ബ്രൂ കോഫി വാങ്ങിച്ചു കുടിക്കും. അത്രയും ഞാൻ ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂല്ലോ നമ്മൾ. ഇവിടെ എന്തോന്ന് കോഫി സ്റ്റാർബക്സോ മെക്ഡൊണാൾഡ്സോ നമ്മുടെ ബ്രൂ കോഫിയുടെ അടുത്ത് പോലും നിൽക്കില്ല അതൊന്നും. ഇനിയിപ്പോൾ വേറെ വല്ല നല്ല സ്ഥലം ഉണ്ടോ അവിടെ പോയി കുടിച്ചാൽ ഇഷ്ടാവോ ആർക്കറിയാം. അങ്ങനെ ആലോചിച്ചിരുന്ന് ഈ സമയമായി. എന്നാലും ഞാൻ പോയില്ലെങ്കിൽ ഞാൻ വളരെ ഒരു തള്ള വൈബായി പോയില്ലേ. അമേരിക്കൻ നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ, അത് ആഘോഷിക്കാം. അവിടെ എത്തിയപ്പോൾ 2 മാല ബൾബെങ്കിലും കത്തുണ്ടായി. 11 മണിയായപ്പോൾ അതും അവർ ഓഫ് ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇത് വന്നിട്ട് എന്നും ഞാൻ ഇങ്ങനെയാവും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ.